എല്ലാ ദുരിതകാലത്തും പ്രളയകാലത്തും പ്രത്യേകമായി സജീവമായി ചർച്ചയിലേക്ക് വരുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത്. വയനാട്ടിൽ ഇത്രയും വലിയൊരു ലാൻഡ്സ്കേപ്പ് നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. പുതിയൊരു ഡാം പണിയേണ്ടതിന്റെ ആവശ്യകതയും ഏറ്റവും കൂടുതൽ ഭൂചലന സാധ്യതയുള്ള പ്രദേശത്ത് നിൽക്കുന്ന മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ എന്ന കാര്യവും ജനങ്ങളുടെ ആശങ്കയിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് വീണ്ടും ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും ജനങ്ങളെ ആശങ്കപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിവിടുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിൽ നിന്നൊരു അഭിപ്രായം ആരായുകയാണ് നമ്മൾ ഇന്ന്. മുല്ലപ്പെരിയാർ പൊട്ടും എന്ന വിഷയം കേരളത്തിൽ ആകമാനം ഭീതി പടർത്തുകയാണ്. ശരിക്കും മുല്ലപ്പെരിയാർ അങ്ങനെ അപകട ഭീതിയിലേക്ക് ഇരിക്കുന്ന ഒരു ഡാമാണോ? അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്ന അഭിപ്രായം ഒരുപാട് ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ അഭിപ്രായം ആരായുകയാണ് യു ടോക്കിന്ന്. ഇപ്പോഴാണെങ്കിൽ ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ പൊട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് വയനാട് ലാൻഡ്സ്കേപ്പ് ഉണ്ടായതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ ചിലർ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഇത് പൊട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പൊട്ടും നല്ല രാജ്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് മുല്ലപ്പെരിയാറുള്ളത് എന്നുള്ളതിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അത് തന്നെയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇവിടെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒക്കെ വന്നിട്ട് വരും, ആരും ഇത് മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പൊട്ടും എന്നുള്ളത് എപ്പോഴാണ് പൊട്ടി വരണമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ പാർക്ക് ഉണ്ടാവും അറിയാൻ പറ്റില്ല. എന്നാലും ഒന്ന് വന്ന് കണ്ടിട്ട് പോയാക്കാന്ന് വിചാരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അത് 50 ഗ്യാരണ്ടിയിലാണ് സായിപ്പ് ഉണ്ടാക്കിയത്. ഇപ്പം 130 വർഷമായില്ല. പൊളികളുടെ സമയം കഴിഞ്ഞ്. അപ്പം അത് എൻ്റെ അഭിപ്രായത്തിൽ മുല്ലപ്പെരിയാർ ഡാം എന്തായാലും പൊട്ടാൻ സാധ്യതയില്ല. നമ്മളല്ലല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം പണിത, ഇന്ത്യയിൽ പണിത എത്ര നേരം ബിൽഡിങ്ങുകൾ ലീക്കായിരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ ചിരിച്ചുകൊണ്ട് പറയാണ് പാർലമെന്റിൽ ബക്കറ്റ് ഇരിക്കുന്നു, മഴയത്ത് വെള്ളം വീണിട്ട്. ഞാൻ പറഞ്ഞല്ല, കേരള എം പിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും പറഞ്ഞു അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റുള്ള സമയത്ത് പണിത കേരളത്തിൽ എത്ര എണ്ണം ഇന്നും നിലനിൽക്കും. ഉദാഹരണത്തിന് ബോഡിച്ചേരി ബിൽഡിംഗ് അന്ന് പണിതല്ല, ബ്രിട്ടീഷുകാർ പണിതല്ല, തിരുവിതാംകൂർ രാജാവ് പണിത ബിൽഡിങ്ങുകൾ നിങ്ങൾ അപ്പുറത്ത് നിൽക്കണമെങ്കിൽ യാതൊരുവിധ കേടുപാടുകളും ഇല്ല. ഇന്നത്തെ മാതിരി അല്ല. അന്ന് കുറച്ച് എന്താ പറയുക, നിർമ്മിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ട്. ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ഇതില്ല. പൊട്ടുമെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതി. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരെ പല ഗവൺമെൻറ്റുകൾ വന്നിട്ടും ഓരോരുത്തരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. നമ്മളൊക്കെ ഈ സാധനം പൊട്ടി ഒലിച്ചു പോകാനും സാധ്യത കൂടുതൽ. ഇപ്പം വെള്ളപ്പൊക്കം വരുന്ന പോലെ ഈ ഒരു അഭിപ്രായം ഇപ്പോൾ ശീലമായി. എല്ലാ വർഷവും ഒരു 2 മാസം ഇതൊരു സീസൺ ആണല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഇത് കാണും, അത് കഴിഞ്ഞ് മാറുമായിരിക്കും. അത്രേ ഉള്ളത്. ഇപ്പം ശീലമായി. ഇപ്പം 5-6 വർഷമായിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് ശീലമായി. കുഴപ്പമില്ല. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം ഇപ്പം പൊട്ടും എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളൊന്നും അതൊരു ക്ലിക്ക് ചെയ്യുമല്ലോ. അതിനുവേണ്ടി ഇടുന്നവരും ഉണ്ട്. അങ്ങനെയാണ് ഈ കൂടുതലും തോന്നിയിട്ടുള്ളത്. കാരണം പൊട്ടത്തില്ല എന്ന് ന്യായീകരിച്ച റീലിടുന്ന കണ്ടില്ല. മുല്ലപ്പെരിയാർ ബേസിക്കലി അത് എന്തായാലും പൊട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ളൊരു ഡാമല്ലേ. സോ അതെന്തായാലും പൊട്ടും, ബിക്കോസ് അതിന് ഇത്രയും പഴക്കമുള്ളതുകൊണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതർവൈസ് അത് എന്തെങ്കിലും റീബിൽഡിങ്ങോ റീസ്ട്രക്ചറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റ്സും കാര്യങ്ങളൊന്നും ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല ഇതിനു വേണ്ടി, അല്ലെങ്കിൽ അവരൊരു ഇനീഷ്യേറ്റീവോ കാര്യങ്ങളോ എടുക്കുന്നില്ല. ബിക്കോസ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ കയ്യിലാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ അവരുടെ വാദം അങ്ങനെയാണ്. സോ അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ റാൻഡം ക്യാമ്പയിൻസും കാര്യങ്ങളും നടത്തിയിട്ട് ബേസിക്കലി വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എനിക്കിപ്പം പറഞ്ഞ തന്നെ പറയാനുള്ളൂ. അതായത് ഇപ്പം തന്നെ നമ്മുടെ വയനാട് ഇഷ്യൂ തന്നെ എല്ലാവരും ഇപ്പോൾ അത് അറിയാമല്ലോ. ഇപ്പോൾ കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ തന്നെ ഇത്രയും പ്രശ്നം വന്നെങ്കിൽ അങ്ങനെ ഒരു വലിയ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ അത് തന്നെ പറഞ്ഞു. അവിടെ നേരത്തെ നമുക്ക് അറിയാമല്ലോ, ആ സ്കൂളും കാര്യങ്ങളും. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം അങ്ങനെ അത്ര ഒരു ചെറിയ ഏരിയ ആണത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ടോട്ടലായിട്ടൊരു വലിയൊരു ഏരിയ ഇങ്ങനെ കവർ ചെയ്യും. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറ്റുന്നത് നമുക്കറിയാലോ. അത് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡാമുകൾക്ക് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് ഒലിച്ചു വരുമ്പോൾ ബാക്കി കുറേ സാധനങ്ങൾ ഇതേപോലെ തന്നെ അവിടെ ഉണ്ടായതിനെക്കാട്ടും ഇരട്ടിയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ എപ്പോഴാ ഈ വയനാട് പോലെ എപ്പോഴാ ഇടിച്ചു വന്നത് അറിയാൻ പാടില്ല. ഒരു 40 ജനങ്ങൾ തീരും. എറണാകുളം മൊത്തം മുങ്ങിപ്പോകും. ശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്നുണ്ട് സംഭവം. ഞാനും അതിനോട് കൂടുതൽ സപ്പോർട്ടിങ് ആണ്. പിന്നെ ബ്രിട്ടീഷുകാർ പണിത ഒരു പഴയ മെറ്റീരിയൽ കൊണ്ട് പണിത് എത്രത്തോളം കാര്യപ്രാപ്തി ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറയത്തില്ല.
ചില ആൾക്കാരൊക്കെ ചില ഏരിയയിലൊക്കെ സേഫ് ആണ്. പക്ഷെ ഇത് പൊട്ടിത്തരുമ്പോൾ 6 ജില്ല കേരളം പകുതി പിഴകളും. നിരന്തരം ഇങ്ങനെ ഭയപ്പെടുത്ത ആശങ്കപ്പെടുത്തുന്നത് കൊണ്ട് ഇതിലൊരു ഭയം ചേട്ടന് ഫീൽ ചെയ്യാത്തതായോ? ഭയം എനിക്കില്ല, കാരണം എനിക്കൊക്കെ ഇത്ര വയസ്സായല്ലോ, ഇനിയിപ്പോൾ പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള ജന്മങ്ങളുടെ അവസ്ഥകളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കുട്ടി പറഞ്ഞാൽ നമുക്ക് വിഷമം. അപ്പം ഈ അടുത്ത ദിവസങ്ങൾ ഒരു പ്രൊട്ടസ്റ്റിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ സജീവ ചേട്ടൻ അതിൽ പങ്കെടുക്കും. സംശയം വേണ്ട. കാരണം ഞങ്ങളൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലത്തുള്ളവരാ. ഇപ്പോൾ 2018 19 വെള്ളം നമ്മൾ അനുഭവിച്ചതാ. പിന്നെ അത് വളരെ ആവശ്യമുള്ള കാര്യമല്ലേ. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ, പ്രതികരിച്ചാലേ കാര്യമുള്ളൂ. അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ ഈ അല്ലാണ്ട് ഇവിടെ ചങ്ങല കെട്ടിയിട്ടും മറ്റേ സമ്മേളനം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ടോ? ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്താമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ നിന്ന്, മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാൻ, അല്ലെങ്കിൽ ആലോചിക്കണില്ലല്ലോ. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ചേട്ടൻ പങ്കെടുക്കും? പ്രൊട്ടസ്റ്റ് വന്നാൽ ബേസിക്കലി എന്തായാലും പങ്കെടുക്കും. ബിക്കോസ് ഞങ്ങളുടെ ലൈഫിനും കൂടെ ബാധിക്കുന്നല്ലേ. ബിക്കോസ് വി ആർ ഫ്രം എറണാകുളം, സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അസ്. സോ അതുകൊണ്ട് നമ്മളും അതിന് 100% നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കും. നമ്മളിവിടെ ബേസിക്കലി സീസണൽ പ്രൊട്ടസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. ബിക്കോസ് മഴ പെയ്യുമ്പോൾ ബേസിക്കലി ഇതിനെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഇൻസിഡന്റ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നാളെ ആൾക്കാർ മറക്കും. നാളെ ഓരോ വേറെ ക്രൈസിസ് വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ, മീഡിയാസ് എല്ലാം അതിൻ്റെ പുറകെ പോകും. സോ ഇതിപ്പോൾ മഴ പെയ്ത് ഇപ്പോൾ വയനാട് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാരെല്ലാം മുല്ലപ്പെരിയാറിന്റെ പുറകെ പോകുന്നത്. ഇപ്പോൾ മഴ മാറി വെയിലായി കഴിഞ്ഞാൽ എല്ലാവരും വേറെ എന്തെങ്കിലും പുറകെ പോകും. ഇപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ പറയുന്നുണ്ടല്ലോ, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ ഡാം ഡിമോളിഷ് ചെയ്യാത്ത രീതിയിൽ പറയുന്നുണ്ടല്ലോ. അതിലെന്താ ചേട്ടന്റെ അഭിപ്രായം? അങ്ങനെ ഒരു കാര്യമുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിന്റെ സുപ്രീമിറ്റി. ഡികമ്മീഷൻ ചെയ്യണമെന്നൊക്കെ കേരള ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ഇത് കുറച്ച് തീരുമാനം എടുക്കണ്ടേ? ഈ ഡാം ഒരു സ്റ്റേറ്റിന്റെ അല്ല ശരിക്കും. അത് പല സ്റ്റേറ്റുകളിലേക്കും വെള്ളം കൊണ്ടുപോകുന്നത്. ഇപ്പൊ മുല്ലപ്പെരിയാർ കേരളത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഇതിന്റെ 80% വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാടിനാണ്. തമിഴ്നാട്ടിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അന്ന് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഡാം കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം നിലനിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത്. പിന്നെ തമിഴ്നാടിന് ഇപ്പൊ കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം നിൽക്കുന്ന ഒരു ഡാമിനെ മറ്റു സ്റ്റേറ്റ് എന്തോരം അതിനെ സപ്പോർട്ട് ചെയ്യും. ഒരു ദിവസം കൊണ്ടൊന്നും ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് 1000 സാധ്യതകൾ, 1000 പഠനങ്ങൾ, 1000 കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം. ഒരു ഡാം നിർമ്മിക്കുന്ന മാതിരിയല്ല. ഇനി അതിനെ പൊളിച്ചടി കളയണം. ഈ വെള്ളം എങ്ങനെ നിലനിർത്തും, ഇതെങ്ങനെ ഒഴുക്കി കാട്ടി കളയാൻ പറ്റും, തുടർന്ന് പറഞ്ഞ പണിയെന്ന് പറയുമ്പോൾ ഇത്രയും മറ്റൊരു സാമഗ്രികൾ മുഴുവൻ അവിടെ എത്തിക്കണം. അതൊരു ചെറിയ കാര്യമില്ല. പണ്ടെന്ന് പറഞ്ഞപ്പോ കല്ല് പൊട്ടിക്കാനായിട്ട് ഇടിക്കുന്നതാണ് അവരന്ന് ആ കാലങ്ങളിൽ ഉണ്ടാക്കിയത്. ഇന്നിനിപ്പോ നടക്കില്ല. അവിടെയൊക്കെ പടകളൊക്കെ ബാൻ ചെയ്തു. ഇനി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സാധനം കൊണ്ടുപോകുന്നു, അവിടെ സ്റ്റോർ ചെയ്ത് അതിന്റെ കണക്കെടുത്ത് കാലതാമസം എന്തുമാത്രം വരുന്നത് 5 അല്ലെങ്കിൽ 5 അന്ന് എത്ര വർഷം പിടിച്ചെന്ന് എനിക്കറിയില്ല. ഈ തമിഴ്നാട് വേണ്ട രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ചില ആളുകൾ ഇത് ഒരിക്കലും പൊട്ടില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ടല്ലോ. അപ്പം അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തമിഴ്നാട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 50,000 കോടി രൂപ ഒരു വർഷം മുല്ലപ്പെരിയാർ കൊണ്ട് അവരുണ്ടാക്കുന്നുണ്ട്. കേരളീയർക്ക് അതിൽ മത്സ്യം മാത്രം പിടിക്കാനുള്ള അവകാശമുള്ളൂ. ആരുടെ സ്ഥലത്ത് നിൽക്കുന്നത് കേരളത്തിൽ. പൊട്ടിയ തമിഴ്നാട് കുഴപ്പമില്ല, ഈ കേരളം മൊത്തം നശിക്കും. ഈ ദുരന്തങ്ങൾ വരുമ്പോ മാത്രം ഇത് ചർച്ചയിലോട്ട് കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടോ? ഇത് അധികാരികൾ അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി UDF LDF അവര് തമിഴ്നാടിൻ്റെ ആ സൗജന്യം പറ്റിക്കൊണ്ട് ഒത്തിരി സമ്പാദിക്കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ കേരള ജനങ്ങളെ വഞ്ചിച്ചുണ്ട്. ആനൊരു തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അവർ പണ്ടേ പൊളിച്ചുള്ള സമയം കഴിഞ്ഞു. ഇതിപ്പോൾ തമിഴ്നാട് ലാഭമുള്ള 50,000 കോടി രൂപ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ 30% 15% പൈസ കൂട്ടാൻ വേണ്ടി പോണേ. കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണല്ലേ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതിക്കുള്ള വെള്ളം കിട്ടുന്ന എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ വേറൊരു സംസ്ഥാനം, അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് തിരുവിതാംകൂർ രാജാവ് ഗതികൊണ്ടുപോയത്. നമുക്ക് സ്വാതന്ത്ര്യപ്പെട്ട എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞില്ലേ, പിന്നെ എന്തുകൊണ്ട് തീർത്തത്? കാരണം ഇവരൊക്കെ അവിടെ പോയി അവർക്ക് എസ്റ്റേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് തമിഴ്നാട് കൊടുക്കുന്നത്, അറിയാമോ? അല്ലാണ്ട് ഇത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ തമിഴ്നാട് കോടികൾ മുടക്കി നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളെ വഞ്ചിച്ചുണ്ട്, ജനങ്ങളെ രക്തം കുടിച്ചുണ്ടാക്കുന്ന പൈസ ഉള്ളത്. ഇവിടുത്തെ എന്തെങ്കിലും ഇപ്പൊ തന്നെ കണ്ടാവും, ചെറിയ നിസ്സാരമായിട്ടൊരു മല പോയിട്ട് എത്ര പേരും മരിച്ചു. കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തതല്ലേ, എന്തു അവഗണിക്കണം? കാരണം അവർക്ക് ആരും ഭരിച്ചാലും അവർക്ക് പൈസ ഉണ്ടാക്കണം. അവിടെ മുഖ്യമന്ത്രി ഖജനാവിനൊരു പൈസ വേണം. അല്ലാണ്ട് കേരളത്തിന്റെ ആ ഒരു ദുരിതാശ്വാസം ഉണ്ടല്ല ഒരു വ്യക്തിയുടെ പേരിലായിട്ടാണ്, അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പേരിലാക്കി കൂടെ. ഇത് ആരാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നു, എത്രയോ കോടി രൂപ കിട്ടി, ഇന്നും വീട് നഷ്ടപ്പെടുകയും വീടുണ്ടാകും. അപ്പൊ ജനങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അത് രാഷ്ട്രീയക്കാർ തന്നെ അത് അവര് അതിന് ഒരു PO ഉടകുറവ് ചെയ്യുന്നു. അങ്ങേക്ക് 25 ലക്ഷം കൊടുത്തില്ല ദുരാശ്വാസം. എന്താണ് അതിന് നഷ്ടപ്പെട്ടവിടെ?
എന്താണ് ഈ പാവപ്പെട്ട ജനങ്ങൾ പിച്ചക്കാരി ചട്ടി കൊച്ചിങ്ങൾക്കടെ കൊടുക്കുവാനും പഠിച്ച പൈസകൾ അയാൾ പാർട്ടിക്ക് വേണ്ടി എന്തോ അനുഭവം ഉണ്ടെന്ന് പറയും. ഉഴവൂർ മേടിച്ചപ്പോൾ 25 ലക്ഷം രൂപ കൊടുത്തത്. അതിനെപ്പറ്റി ഇവിടെ എന്ത് ആരും ഉണ്ടായി ചോദിക്കാനായിട്ട്? ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ വിഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയല്ലേ എല്ലാ പാർട്ടികളുടെയും ചിന്ത. ശരിയല്ലേ? എല്ലാവരും വിഘടിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരല്ലാണ്ട് ഒത്തൊരുമിച്ച് കൊണ്ടുവരാൻ വല്ല കാര്യമുണ്ടോ? ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അല്ലാതെ ആരെങ്കിലും ഒന്നിക്കുവോ? മറ്റത് അവരവരുടെ ഭരണത്തിന്റെ ആ ഒരു ഡ്യൂറേഷൻ കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടത്തിയിട്ട് അടുത്ത വോട്ടിലേക്ക് പോകും. രണ്ട് സംസ്ഥാനങ്ങളും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കണം. ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ തമിഴ്നാടും കേരളവും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഒന്നും സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ കാണുന്നൊരു നമ്മുടെ വയനാട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഇതേപോലെ ഓരോ ശാസ്ത്രന്മാർ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പീഡിസപ്രമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 ആഴ്ച അടുത്ത വിഷയം വരെ ഈ സംഭവം നമ്മുടെ മനസ്സിലല്ല പോയി കഴിഞ്ഞു. ശരിക്കും ഡേഞ്ചറാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെയാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി വരെ ഇതിനൊന്നും ഒരു കൊടുക്കുന്നില്ല.